പറയാറുണ്ട് ഓരോ ഗ്രാമത്തിന്റെ ഇരുട്ടിലും എന്തെങ്കിലും ഒരു ശാപം മറഞ്ഞിരിക്കുമെന്ന്. ഈ ഗ്രാമത്തിലും അങ്ങനെ ഒരു പേടിയായിരുന്നു ഉള്ളത്. ചില പാവപ്പെട്ട കുട്ടികളുടെ ബലി പല ആളുകളുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞു. ആരെയാണോ പിശാചെന്ന് കരുതിയത്, ശരിക്കും അവർ അറിയാതെ കുടുങ്ങിപ്പോയവരാണ്. പക്ഷെ ഒരമ്മ തന്റെ സത്യത്തിനു വേണ്ടി എണീറ്റ് നിൽക്കുമ്പോൾ വളരെ വലിയ പാപം പോലും ചാമ്പലായി മാറുന്നു. ഈ കഥ സീതയുടേതാണ്. ആ ശാപം പിന്നെ ശാന്തതയില്ലാതെ ആ 3 ആത്മാക്കളുടേതുമാണ്. അവർക്ക് മുക്തി കിട്ടണം, അത്രയുള്ളൂ. സ്വാമിജി, തെറ്റു സംഭവിച്ചു പോയി. ഈ കുഞ്ഞ്, ഇതിനെ നിങ്ങൾ നോക്കൂ. സ്വാമിജി എണീറ്റു. ആ കുഞ്ഞിന്റെ മേലിൽ ചുറ്റിയിരുന്ന തുണി എടുത്തു മാറ്റി. കുഞ്ഞിനെ കണ്ടതും അദ്ദേഹത്തിന്റെ മുഖം പേടി കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. വീണ്ടുമോ? ഇത് ആ ഭയങ്കരമായ ശാപത്തിന്റെ ഫലമാണ്. കുഞ്ഞ് തോലില്ലാതെ ജനിച്ചിരിക്കുകയാണ്. അതിന്റെ ശരീരം വെറും മാംസം പോലെ തോന്നുന്നുണ്ട്. നമ്മൾ ആ 3 കുഞ്ഞുങ്ങളെ ബലി കൊടുത്തു കഴിഞ്ഞു. പിന്നെന്തിനാ ഈ ശാപം വീണ്ടും വന്നിരിക്കുന്നത്? കാരണം ആ പിശാചിന്റെ അമ്മ ഇനിയും ജീവനോടുണ്ട്. സീത ജീവനോടിരിക്കുന്നവരെ ഈ ഗ്രാമം എപ്പോഴും രക്ഷപ്പെടില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ആ സീതയെ തേടി കണ്ടുപിടിക്കണം. അവളെ തീർച്ചയായും കൊല്ലണം. മേഘങ്ങൾ ഭയങ്കരമായി ഇടിക്കുന്നു, മിന്നൽ വെട്ടുന്നു. അന്ന് രാത്രി സീത ഒരു പഴയ മരത്തിനു പുറകിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. അവൾക്ക് ശ്വാസം മുട്ടുന്നു. പേടി കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾക്ക് ഉണങ്ങിയ ഇലകളുടെ മുകളിൽ ആരോ നടക്കുന്ന ശബ്ദം കേട്ടത്. അവൾ ഒരു ചെറിയ കല്ലെടുത്തു. എന്നിട്ട് ആ മനുഷ്യനെ നേരിടാൻ അവൾ ശ്രമിച്ചു. അവിടെ ആരാണ്? മുന്നിലേക്ക് വന്നു പോകരുത്. മുന്നിലോട്ട് വന്നാൽ ഞാൻ നിങ്ങളെ അടിക്കുന്നതായിരിക്കും. മരങ്ങളുടെ പുറകിൽ നിന്നും ഒരു പെണ്ണ് പുറത്തേക്ക് വന്നു. അവളാണ് താര, സീതയുടെ അനിയത്തി. താര സീതയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ചു. ചേച്ചി, സമാധാനപ്പെടൂ. ഇത് ഞാനാണ്, താര. ആ കല്ല് താഴേക്കിടൂ. എനിക്ക് വളരെ പേടിയാകുന്നു താര. ഈ ഗ്രാമം എന്നെ ഒരു ഡയനായി കരുതുന്നു. ആദ്യം നീ ഇങ്ങനെ കരയുന്നത് നിർത്തി ചേച്ചി. ഇപ്പോൾ വേണം നീ വളരെ ധൈര്യമായിരിക്കാൻ. എൻ്റെ കുട്ടികൾ അങ്ങനെ എന്ത് തെറ്റാണ് ചെയ്തത്? ആ സ്വാമിജി അനാവശ്യമായി എൻ്റെ 3 കുട്ടികളെയും കൊന്നുകളഞ്ഞു. സ്വാമിജിയും അമ്മയും നിങ്ങളെ തേടുകയാണ്. നമ്മൾ ഇവിടെ നിന്നും എവിടെയെങ്കിലും ദൂരെ ചെല്ലണം. 2 പേരും പതുക്കെ പതുക്കെ ആ കാടിനകത്തേക്ക് നടന്നു ചെന്നു. ക്ഷേത്രത്തിൽ സ്വാമിജി യാഗകുണ്ഡത്തിനടുത്ത് ഇരിക്കുകയായിരുന്നു. അദ്ദേഹം കുറച്ച് വിചിത്രമായ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് മനുഷ്യന്റെ തലയോട്, അവരുടെ എലുമ്പുകൾ, പിന്നെ കറുത്ത കയറും. അദ്ദേഹം ചില മന്ത്രങ്ങൾ പറഞ്ഞു. എന്നിട്ട് തീയിലേക്ക് ചുവന്ന പൗഡർ ഇട്ടു. അമ്മ കുറച്ചു ദൂരെ നിൽക്കുകയാണ്. അവർ വല്ലാതെ കുഴപ്പത്തിലാണ്. ഈ പൂജ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ? ഗ്രാമത്തിലെ ജനങ്ങൾ ആകെ പേടിച്ചിരിക്കുകയാണ്. ഇത് വെറും പൂജ മാത്രമല്ല അമ്മേ. ഇത് ആ 3 ആത്മാക്കളെ തടഞ്ഞു നിർത്താനുള്ള പൂജയാണ്. ആ സ്വാമിജി മാറി മാറി മന്ത്രങ്ങൾ പറയാൻ തുടങ്ങി. ആ 3 കുട്ടികളുടെ പ്രേതങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നു നിന്നു. ദായ വല്ലാതെ പേടിച്ചിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, അവരെത്തിക്കഴിഞ്ഞു. അവർ അവരുടെ തോല് തിരികെ ചോദിക്കുകയാണ്. പ്രശാന്തമായിരിക്കെ. അതിനെ കൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ തോളുകൾ എൻ്റെ അടുത്ത് സുരക്ഷിതയായിട്ടുണ്ട്. സ്വാമിജി ഒരു ചെറിയ മരപ്പെട്ടി കയ്യിലെടുത്തു. എന്നിട്ട് ആ 3 പെൺകുട്ടികളുടെ ആത്മാക്കളെ നോക്കി അദ്ദേഹം വ്യത്യാസമായി ചിരിച്ചു. ഈ പെട്ടി എൻ്റെ അടുത്ത് ഇരിക്കുന്നത് വരെ എൻ്റെ മന്ത്രങ്ങൾ കൊണ്ട് അതിനെ തടഞ്ഞു നിർത്താൻ പറ്റും. ഇനി നമ്മൾ എന്തിനാ ആ സീതയെ കൊല്ലേണ്ടത്? സീതയെ കൊല്ലുന്നത് കാരണം ഗ്രാമത്ത് ജനങ്ങളുടെ ശ്രദ്ധ മുഴുവനായിട്ട് മാറിപ്പോവും. അവരെല്ലാവരും എന്നെ ദൈവമായിട്ട് വിചാരിക്കും. ദായി പതുക്കെ തലയനക്കി സമ്മതിച്ചു. ഇപ്പോൾ അവർക്ക് ആ സ്വാമിജിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. ആ കുട്ടികളുടെ ആത്മാക്കൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും മാഞ്ഞുപോയി. സീതയും താരയും കാട്ടിൽ കൂടി നടന്ന് പഴയൊരു പള്ളിയുടെ അടുത്ത് ചെന്നെത്തി. അവർ 2 പേരും അവിടെ തന്നെ ഇരുന്നു. അവർക്കൊന്നും മനസ്സിലായില്ല തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന്. സീത അവിടെ തൊട്ടടുത്ത് എന്തോ അനക്കങ്ങളും എന്തോ കുഴപ്പമുള്ളതും അറിയാൻ തുടങ്ങി. താരെ, നിനക്കും തണുക്കുന്നുണ്ടോ? എനിക്ക് ഈ സ്ഥലം വളരെ വ്യത്യാസമായി തോന്നുന്നു. അതേ ചേച്ചി, കാറ്റ് പെട്ടെന്ന് തണുത്ത് വീശാൻ തുടങ്ങി. ഞാൻ ചെന്ന് നിങ്ങൾക്ക് ഉണങ്ങിയ വിറകുകൾ എടുത്തുകൊണ്ട് വരാം. ഇങ്ങനെ പറഞ്ഞിട്ട് താര അവിടെ നിന്നും പുറപ്പെട്ടു പോയി. സമയം കടന്നുപോയി. സീത അവിടെ തനിച്ചിരിക്കുകയായിരുന്നു.
അപ്പോഴാണ് അവൾക്ക് പുറകിൽ കുട്ടികൾ കളിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങിയത്. അവൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതും പേടി കൊണ്ട് അവളുടെ ഹൃദയം വിറയ്ക്കാൻ തുടങ്ങി. അവിടെ അതേ 3 പ്രേതത്തിന്റെ ആത്മാക്കൾ ചുറ്റിയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ ആരാണ്? ആ 3 പെൺകുട്ടികൾ ഒന്നും മിണ്ടിയില്ല. ഇവരാണ് ബലി കൊടുക്കപ്പെട്ട ആ 3 പെൺകുട്ടികളുടെ ആത്മാക്കൾ. ആദ്യം അവർ ആ ഗ്രാമത്തിനെ നോക്കി കൈ കാണിച്ചു. എന്നിട്ട് അവരെ അവർ കാണിച്ചു. നിങ്ങളാണോ കുടുങ്ങിപ്പോയ ആ 3 കുട്ടികൾ? നിങ്ങൾ എന്തിനാ എന്നെ പേടിപ്പിക്കുന്നത്? സീതയ്ക്ക് കാറ്റത്തെ ചില ശബ്ദങ്ങളും പിന്നെ കരയുന്ന ശബ്ദങ്ങളും കേട്ടു. അതായത് അതെന്തോ പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ. നിങ്ങൾക്ക് ശാന്തത വേണോ? അതിനിടയ്ക്ക് താര വിറകുകൾ എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു. അവളെ കണ്ടതും തന്നെ ആത്മാക്കൾ തന്നെത്താനെ മാഞ്ഞുപോയി. സീതയുടെ കണ്ണുകൾ വല്ലാതെ പേടിച്ചിരുന്നു. എന്തോ ഒരു വലിയ കാര്യം അവൾ മനസ്സിലാക്കിയതുപോലെ. താരെ, ആ കുട്ടികളുടെ ആത്മാക്കൾ എന്നെ തുരത്തുന്നില്ല. അവരവരുടെ കൂട്ടുകാരെ തേടുകയാണ്. നീ എന്താ ചേച്ചി ഈ പറയുന്നത്? നീ ഇവിടെ ഇരിക്കെ, ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. താര അവളുടെ അടുത്തായിരുന്നു. എന്നിട്ട് അവൾ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടു. ഗ്രാമത്തിൽ സ്വാമിജിയും തായിയും അതേ പെട്ടി എടുത്തുകൊണ്ട് വീട്ടിനകത്തേക്ക് വന്നു. സ്വാമിജി കട്ടിലിൽ വന്ന് ഇരുന്നു. എന്നിട്ട് ആ പെട്ടി അതിന് താഴെ വെച്ചു. അതിനുശേഷം അവർ രണ്ടുപേരും അവരുടെ പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു. രാവിലെ പുലർന്ന ഉടൻ തന്നെ നമ്മൾ രണ്ടുപേരും വേട്ടയ്ക്ക് കാട്ടിലേക്ക് പോകണം. ഈ 3 കുട്ടികളുടെ എലുമ്പുകൾ ശ്മശാനത്തിൽ മറഞ്ഞിരിക്കുന്നു. പക്ഷേ അതിൻ്റെ തോലുകൾ എൻ്റെ അടുത്ത് ഈ പെട്ടിയിലുണ്ട്. ഒരുപക്ഷെ അവരുടെ തോലുകളും എലുമ്പുകളും ഒന്നിച്ചു ചേർത്ത് കത്തിച്ചു കളഞ്ഞാൽ പിന്നെ എന്തുണ്ടാകും? നിനക്ക് ബുദ്ധിയില്ലേ? ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ മന്ദിരങ്ങളെല്ലാം പൊട്ടിപ്പോവും. പിന്നെ ആ ആത്മാക്കൾ എന്നേക്കുമായിട്ട് വിടുതലയായി പോവും. അപ്പോഴാണ് ജനാലയുടെ അടുത്ത് ആരോ അനങ്ങുന്ന ശബ്ദം അവർക്ക് കേട്ടത്. പുറത്താരാണ്? പുറത്ത് മറ്റാരുമല്ലായിരുന്നു, അത് താരയാണ്. സ്വാമിജിയും അമ്മയും സംസാരിച്ചത് അവൾ കേട്ടു. തായി ജനാലയുടെ അടുത്ത് വന്നപ്പോഴേക്കും താര വേഗത്തിൽ കാടിനെ നോക്കി ഓടാൻ തുടങ്ങി. ഇപ്പോൾ അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. തായിയും സ്വാമിജിയും പുറത്ത് ആ സ്ഥലത്തേക്ക് വന്നു. താര എവിടെയാണോ ഇരുന്നത് അവിടേക്ക്. അതാരാണെന്ന് നോക്കാനായി അവർ വന്നു. പക്ഷേ അവർക്ക് ആരെയും കാണാൻ സാധിച്ചില്ല. ഏതെങ്കിലും കാട്ടിലെ മൃഗമായിരിക്കും. ഇപ്പോൾ നമ്മൾ ഏതൊരു അപായത്തിനെയും ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളുടെ അടുത്ത് സമയം കുറവാണ്. മറ്റൊരു വശത്ത് ആകാശം പതുക്കെ പതുക്കെ വെളുക്കാൻ തുടങ്ങിയിരുന്നു. സ്വാമിജിയെക്കുറിച്ചും തായിയെക്കുറിച്ചുമുള്ള സത്യം അറിഞ്ഞതിനു ശേഷം താര കാട്ടിൽ കൂടി വേഗത്തിൽ ഓടാൻ തുടങ്ങി. അപ്പോഴാണ് അവളുടെ കാല് ഒരു കയറിൽ കുടുങ്ങിയത്. ഉടനെ അവൾ താഴേക്ക് വീണു. അടുത്ത ക്ഷണം തന്നെ തായിയും സ്വാമിജിയും അവളുടെ അടുത്തേക്ക് വന്നു. തായി ഉടനെ അവളുടെ തലമുടി പിടിച്ചു വെച്ചു. ഹേ, നീ എവിടേക്കാ ഓടുന്നത് കുഞ്ഞെലിയേ? എന്നെ വിട്ടേക്കോ. നിങ്ങൾ രണ്ടുപേരും വളരെ പാവം ചെയ്തവരാണ്. സീത എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? സത്യം പറഞ്ഞേക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നെയും ബലിയിടേണ്ടി വരും. ഞാൻ സന്തോഷമായി മരിക്കും. പക്ഷെ എൻ്റെ ചേച്ചി എവിടെയാണുള്ളതെന്ന് ഞാൻ നിങ്ങളോട് പറയില്ല. തായി താരയുടെ ചെവിട്ടത്ത് നന്നായി ഒരു അടി കൊടുത്തു. അതിനുശേഷം തായി വേഗം ഒരു കയറെടുത്തു. എന്നിട്ട് താരയുടെ കൈകൾ പുറകിലേക്ക് കെട്ടിയിട്ടു. ഇവളിങ്ങനെ മര്യാദയ്ക്ക് ചോദിച്ചാൽ ഒന്നും പറയില്ല. ഇവളെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാം. ഒട്ടും കരുണയില്ലാതെ സ്വാമിജി താരയുടെ കയ്യിൽ കെട്ടപ്പെട്ട കയറ് വലിച്ചു കൊണ്ടുപോയി. അവർ രണ്ടുപേരും ദേഷ്യത്തോടെ ഗ്രാമത്തിലെ ശ്മശാനത്തിലേക്ക് ചെന്നു. മറ്റൊരു വശത്ത് സീത വളരെ വിഷമത്തോടെ താരയ്ക്ക് വേണ്ടി കാത്തുകൊണ്ടിരുന്നു. ആ കാടിന്റെ ഇരുട്ടുള്ള പാതയിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷേ താര അവിടേക്ക് വന്നതേയില്ല. താര തിരിച്ചു വരാനുള്ള സമയമായല്ലോ. എൻ്റെ ദൈവമേ, അവളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അവൾ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതേ 3 പ്രേത ആത്മാക്കൾ അവളുടെ മുന്നിലായി വന്നു നിന്നു. അവർ കാടിന്റെ മറ്റൊരു വശത്ത് ശ്മശാനമുള്ള ദിശയിലേക്ക് കൈ കാണിച്ചു. ഇത് കണ്ട് സീത ആകെ വിറയ്ക്കാൻ തുടങ്ങി. നിങ്ങൾ എനിക്ക് ശരിയായ പാതയാണോ കാണിക്കുന്നത്? എൻ്റെ അനിയത്തി താര ഇപ്പോൾ അപകടത്തിലാണോ? അവർ 3 പേരും ഒരേ ദിശയിലേക്ക് നോക്കി. അവിടെ ഒരു പഴയ കോടാരി കിടപ്പുണ്ടായിരുന്നു. സീതയ്ക്ക് കാര്യം മനസ്സിലായി. അവൾ കോടാരി കയ്യിലെടുത്തു. ഇന്ന് ഞാൻ ഇതുകൊണ്ട് എല്ലാ ശാപത്തിനും ഒരു വിമോചനം ഉണ്ടാക്കുന്നതാണ്. സീത ആ കോടാരി എടുത്തുകൊണ്ട് ഗ്രാമത്തിലെ ശ്മശാനത്തിലേക്ക് ഓടാൻ തുടങ്ങി. ആ 3 പെൺകുട്ടികളും മാഞ്ഞുപോയി. ശ്മശാനത്തിലെ ഒരു മരത്തിൽ താരയെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. സ്വാമിജി ആ പെട്ടി ഒരു കല്ലിന്റെ മുകളിൽ വെച്ചു.
ദാഹിയുടെ കയ്യിൽ ഒരു കൂർത്ത കത്തി ഇരിക്കുകയാണ്. സീത തീർച്ചയായിട്ടും ഈ സ്ഥലത്തിലേക്ക് വരും, തൻ്റെ പ്രിയ അനിയത്തിനെ രക്ഷിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അവളുടെ കഥ നമ്മൾ എന്നേക്കുമായി തീർത്തു കളയാം. അപ്പോഴാണ് വളരെ ദേഷ്യത്തോടെ സീത അവിടേക്ക് വന്നത്. അവൾ കയ്യിൽ വെച്ചിരുന്ന ആ കോടാരി എടുത്ത് ദാഹിയുടെ കൈ അവൾ വെട്ടിമുറിച്ചു. ആ ആക്രമണത്തിൽ ദാഹിയുടെ കൈ മുറിഞ്ഞ് താഴേക്ക് വീണു. ഒപ്പം അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയും താഴേക്ക് വീണു. ദാഹി വേദന കൊണ്ട് നന്നായി നിലവിളിക്കാൻ തുടങ്ങി. എന്റെ അനിയത്തിയെ വെറുതെ വിട്ടേക്കോ. സ്വാമിജി അവളെ തടയാനായി ശ്രമിച്ചു. പക്ഷേ കയ്യിൽ ആയുധത്തോടു കൂടി സീത പൂജാരിയുടെ നേരേക്ക് തിരിഞ്ഞു. അവൾ ആ പെട്ടി കയ്യിലെടുത്തു. അപ്പോഴാണ് അവളുടെ ശ്രദ്ധയിൽ അവിടെ വെച്ചിരുന്ന ആ 3 പെൺകുട്ടികളുടെ എലുമ്പുകൂടുകൾ കണ്ടത്. വേണ്ട, അതിനെ തുടരുത്. ചേച്ചി, ഈ പെട്ടിയിലാണ് ആ 3 കുട്ടികളുടെ തോലുള്ളത്. ഇത് അവരുടെ എലുമ്പുകളോടൊപ്പം വെച്ച് കത്തിച്ചാലേ അവർക്ക് വിമോചനം കിട്ടത്തുള്ളൂ. സീത വളരെ ദേഷ്യത്തോടെ ആ സ്വാമിജിയെ നോക്കി. ഇതാണ് നിന്റെ ശരിക്കുമുള്ള ബലമല്ലേ? ഇന്ന് നിന്റെ ഈ ബലം ചാമ്പലായി മാറാൻ പോവുകയാണ്. അപ്പോഴാണ് തറയിലുണ്ടായിരുന്ന മണ്ണെടുത്ത് സ്വാമിജി സീതയുടെ കണ്ണിലേക്ക് ഇട്ടത്. സീതയ്ക്ക് കുറച്ചു സമയം ഒന്നും കാണാനായില്ല. അവളുടെ കയ്യിലുണ്ടായിരുന്ന കോടാരി താഴേക്ക് വീണു. സ്വാമിജി ആ കോടാരി ഉടനെ കയ്യിലെടുത്തു. അദ്ദേഹം സീതയെ ആക്രമിക്കാനായി ശ്രമിക്കുമ്പോൾ ഒരു കാറ്റ് എവിടെ നിന്നോ വന്ന് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. അടുത്ത ക്ഷണം തന്നെ ആ 3 പെൺകുട്ടികളുടെ ആത്മാവ് അവിടേക്ക് വന്നു. അവർ ആ സ്വാമിജിയെ പിടിച്ചു. സ്വാമിജിയുടെ കണ്ണുകൾ പേടി കൊണ്ട് നിറഞ്ഞുപോയി. എന്താ ഇത്? ഇങ്ങനെ നടക്കാൻ പറ്റില്ല. സീതയുടെ കണ്ണുകൾ വീണ്ടും കാണാൻ തുടങ്ങി. അവൾ വേഗം ആ എലുമ്പുകൂടുകളെ കയ്യിലെടുത്തു. എന്നിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന യാഗകുടത്തിലേക്ക് ഇട്ടു. ആ എലുമ്പുകളും തോലുകളും ഒന്നിച്ച് കത്താൻ തുടങ്ങിയതും ആ 3 പെൺകുട്ടികളുടെ ആത്മാക്കളും ഓരോന്നായി മോചനം കിട്ടി ആകാശത്തിലേക്ക് പറന്നുപോയി. കുറച്ചു സമയത്ത് വീണ്ടും ആ സ്ഥലത്ത് ശാന്തത നിറഞ്ഞു. അപ്പോഴാണ് ആ സ്വാമിജിയുടെ തോലും ഉരുകാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വെറും മാംസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സീത വേഗം ചെന്ന് താരയെ കെട്ടഴിച്ചു വിടുകയായിരുന്നു. 2 പേരും പേടിച്ച് മാറി മാറി കെട്ടിപ്പിടിക്കുകയായിരുന്നു. മറുവശത്ത് സ്വാമിജി താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു അമ്മയുടെ പ്രസവം നടക്കാൻ പോവുകയാണ്. അവൾ വേദന കൊണ്ട് വല്ലാതെ നിലവിളിക്കാൻ തുടങ്ങി. സീതയാണ് ദാഹിയായി മാറി ആ അമ്മയ്ക്ക് പ്രസവം നോക്കിയത്. കുറച്ചു സമയത്തിനകം ആ കുഞ്ഞ് സീതയുടെ കയ്യിലേക്ക് വന്നു. സീത ആ കുഞ്ഞിനെ നോക്കി. എന്നിട്ട് ആ കുഞ്ഞിന്റെ അമ്മയെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ആശംസകൾ, പെൺകുട്ടി ജനിച്ചിരിക്കുകയാണ്.